ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കരുണയുടെ കർത്താവിൻ്റെ മഹത്വമുള്ള നാമത്തിന് ആരാധനയും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ബഹുമാന്യ ശ്രോതാക്കളെ, സ്നേഹമുള്ള ദൈവകുഞ്ഞുങ്ങളെ, ആദരണീയരായ ദൈവദാസന്മാരെ എല്ലാവരെയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ എളിവൻ വന്ദനം ചെയ്യുന്നു. പ്രിയരെ, ഏറെ നിറമുള്ള പ്രതീക്ഷകളോടെ കഴിഞ്ഞ രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന ആയിരങ്ങൾ ഈ പുലരിയുടെ പുഞ്ചിരി കാണാൻ കഴിയാതെ, അതിനെ എഴുതുറക്കാനാവാതെ മരണത്തിന് അനേകർ കീഴടങ്ങിയപ്പോൾ കരുണയുള്ള നല്ല ദൈവം മകളെ, എന്നെയും നിന്നെയും അതാതിടങ്ങളിൽ കൺമണി പോലെ സൂക്ഷിച്ചു. നാശത്തിൽ വീണുപോയ മറ്റുള്ളവരെക്കാൾ എന്തെങ്കിലും ശ്രേഷ്ഠതയുള്ളത് കൊണ്ടല്ല, വിശുദ്ധിയുടെ നെറുകയിൽ ഞാനും നിങ്ങളും വിരാജിക്കുന്നത് കൊണ്ടുമല്ല. മഹാദുരന്തം നമ്മെ വേട്ടയാടാതിരുന്നെങ്കിൽ അത് ദൈവപുത്രന്റെ കൃപ ചുറ്റിയിരുന്നത് കൊണ്ടാ. അത് മനസ്സിലാക്കി ഈ ബോധ്യമുള്ള ദൈവകുഞ്ഞുങ്ങൾക്ക് മൗനവ്രതം അനുഷ്ഠിക്കാൻ കഴിയില്ല. നിറഞ്ഞ ഹൃദയത്തോടെ അവർ ദൈവത്തിന് സ്തോത്രം ചെയ്യും. തുടിക്കുന്ന മനസ്സോടെ തിരുനാമത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. അതേ മക്കളെ, ഈ പ്രഭാതം മിഴിതുറക്കുന്നത് കാണാൻ സഹായിച്ച ദൈവത്തിന് തൻ്റെ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ ഇപ്പോഴും ആഗ്രഹമുണ്ട്. പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവശബ്ദത്തിനായി കാതോർക്കാം. പ്രിയരെ, പരിശുദ്ധാത്മാവിൻ്റെ അരുളപ്പാട് കൈമാറുന്നതിന് വേണ്ടി ഞാൻ പുതിയ നിയമത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. ശ്രദ്ധിക്കണേ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകമാണ്, 2-ാം അധ്യായം 40-ാമത് വാക്യം. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ. ആമേൻ. പുതിയ നിയമസഭയുടെ പ്രഥമ കൂടിവരവ് അത് മർക്കോസിന്റെ മാളികമുറിയിൽ നടക്കുകയാണ്. അവിടെ മുഴങ്ങി ആദ്യ പ്രസംഗത്തിലെ വാക്കുകളാണ് ഇന്നത്തെ സവിശേഷമായ ചിന്തയ്ക്കായി ഞാൻ പ്രിയപ്പെട്ടവരെ വായിച്ചു കേൾപ്പിച്ചത്. ശ്രേഷ്ഠനായ പത്രോസ് ശ്ലീഹ ആത്മവിശ്വസ്ത തിരുവെഴുത്തിലൂടെ ദൈവസഭയെ അഭിസംബോധന ചെയ്യുന്നു. ശ്രദ്ധിക്കൂ, പുതിയ നിയമസഭയുടെ 30 വർഷത്തെ ചരിത്രം പരിശുദ്ധാത്മാവ് കുറിച്ചിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിലാണ്. ഒന്നുകൂടെ ഇറങ്ങിപ്പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ 33.5 വർഷത്തെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് സുവിശേഷങ്ങളിലും, പുതിയ നിയമസഭയുടെ 30 വർഷത്തെ ചരിത്രം കുറിച്ചിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലുമാണ്. അപ്പോൾ തന്നെ അഭിഷിക്തന്മാരിലൂടെ പരിശുദ്ധാത്മോചിത മഹാകാര്യങ്ങൾ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഇതിനെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെന്നും വേദപണ്ഡിതാക്കൾ വിശേഷിപ്പിക്കാറുണ്ട്. കുഞ്ഞുങ്ങളെ, ദൈവകരങ്ങളിൽ അതിശക്തമായി ഉപയുക്തരായ 4 അഭിഷിക്തന്മാരുടെ 20 പ്രസംഗങ്ങൾ ദൈവാത്മാവ് ഈ പുസ്തകത്തിൽ നമുക്ക് നൽകുകയാണ്. അതായത് സെഷനായ പത്രോസ് ചെയ്ത 9 ശക്തമായ പ്രസംഗങ്ങൾ, ആദരണീയനായ പൗലോസ് നടത്തിയ 9 പ്രഭാഷണങ്ങൾ, ഈ 2 അധികായന്മാരുടെ നടുവിൽ സ്തേഫാനോസ് നടത്തിയ ശക്തമായ ഒരു സന്ദേശം. തീർന്നില്ല, സുവിശേഷകനായ ഫിലിപ്പോസിന്റെ വളരെ ആധികാരികമായ ഒരു ബൈബിൾ സ്റ്റഡി, ഇങ്ങനെ 20 പ്രഭാഷണങ്ങൾ. ഹല്ലേലൂയ. മാളികമുറിയിൽ അളിക്കത്തി ആത്മാവിന്റെ അഗ്നിയും ഹൃദയത്തിൽ പേറി ദൈവകുഞ്ഞുങ്ങൾ വഴിയോരത്തും പുഴയോരത്തും അരയോപകുന്നിലും അഗ്രിപ്പാവിന്റെ അരവനയിലും പോരാ അവസരം കിട്ടിയ ഇടങ്ങളിലെല്ലാം യേശുക്രിസ്തു മാത്രമാണ് ഏക രക്ഷകനെന്ന് പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. സാമ്രാജ്യ ശക്തികളെ പേടിക്കാതെ, മതമേലധ്യക്ഷന്മാരെ പേടിക്കാതെ, ആചാര സംരക്ഷകരെ പേടിക്കാതെ, മുമ്പിൽ ഉയരുന്ന പൈശാചിക പോരുകളെ പേടിക്കാതെ, ഹേ സകല കപടവും ദൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, അടങ്ങുകയെന്നുള്ള ആജ്ഞാശക്തിക്ക് മുന്നിൽ അന്ന് പ്രസംഗവേദികൾ സംഭവബഹുലങ്ങളായി മാറി. സ്തോത്രം. ഇക്കൂട്ടത്തിൽ 1-ാമത്തെ പ്രസംഗം പത്രോസിൻ്റെതാണ്. അദ്ദേഹത്തിന്റെ സന്ദേശത്തിൽ ഉപയോഗിച്ച വാക്കാണ് ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നത്. ഏതാണത്? ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുന്നു. വക്രതയുള്ള തലമുറ. പ്രിയരെ, വക്രത എന്ന പദത്തിന് മലയാളം നിഘണ്ടു നൽകുന്ന അർത്ഥങ്ങൾ പലതാണ്. വളഞ്ഞത്, പുളഞ്ഞത്, നേരെയല്ലാത്തത്, ചൊവ്വല്ലാത്തത്, അങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. പത്രോസ് പറയുന്നു, വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുക. സ്തോത്രം. കാലഘട്ടത്തെ വിവരിച്ച പരിശുദ്ധാത്മാവ് എക്കാലത്തുമുള്ള ദൈവജനത്തോടാണ് പറയുന്നത്, കുഞ്ഞുങ്ങളെ, വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടോണം. പ്രിയരെ, ഇത് കേവലം അക്കാദമികമായ ഒരു പഠനമായി കരുതരുത്. പരിശുദ്ധാത്മാവിന്റെ ഹൃദ്യമായ ആലോചനയാണ്. ശ്രദ്ധിക്കൂ മക്കളെ, വക്രത എന്ന പദത്തിന് സ്കോരിയാസിസ് എന്നുള്ള ഒരു ഗ്രീക്ക് പദമാണ് കൈയെഴുത്തു പ്രതിയിൽ കാണുന്നത്. സ്കോരിയാസിസ്. ഇതിന് വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളുള്ളതായി നമുക്ക് മനസ്സിലാക്കാം. എന്തൊക്കെയാത് എന്ന് നോക്കൂ. ഒന്ന്, അഴിച്ചെടുക്കാനാവാത്ത വിധം കുരുങ്ങിപ്പോയതിനെ സ്കോരിയാസിസ് അഥവാ വക്രത എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നു. അതുപോലെ കഴുകിയെടുക്കാനാവാത്ത വിധം അശുദ്ധമായി പോയത്, നിവർത്തിയെടുക്കാനാവാത്ത വിധം ചുളുങ്ങിപ്പോയത്, വളഞ്ഞു പോയത്, ചതഞ്ഞു പോയത്, ഇങ്ങനെ 3 വിധത്തിലുള്ള വിശദീകരണങ്ങൾ സ്കോലിയാസ് എന്ന പദത്തിന് കൊടുത്തിട്ടുണ്ട്.
സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തെ അപഗ്രഥിക്കേണ്ടതിന് നമുക്ക് ശ്രമിക്കാം. ഒന്ന്, വക്രത അഥവാ സ്കോലിയാസിസ്. ഇതിന്റെ ഒന്നാമത്തെ അർത്ഥം എന്താണ്? അഴിച്ചെടുക്കാനാവാത്ത വിധം കുരുങ്ങിപ്പോയത്. എന്റെ കുഞ്ഞുങ്ങളെ, ഞാനും നിങ്ങളുമായിരിക്കുന്നത് വക്രതയുള്ള തലമുറയുടെ നടുവിലാണ്. അഴിച്ചെടുക്കാനാവാത്ത വിധം പലതിലും കുരുങ്ങിക്കിടക്കുന്ന തലമുറ. അഴിച്ചെടുക്കാനാവാത്ത വിധം കുരുങ്ങിപ്പോയ ജീവിതങ്ങളെ നാം തല ഉയർത്തി നോക്കിയാൽ എവിടെയും കാണാം. അഴിച്ചെടുക്കാൻ കഴിയാതെ കുരുങ്ങിക്കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് കടുങ്കെട്ട് വീണിരിക്കുകയാണ് അനേകരുടെ ജീവിതം. കടുങ്കെട്ട് വീണാൽ പിന്നെ അഴിച്ചെടുക്കാൻ പറ്റത്തില്ല. ഒന്നുകിൽ അറുത്തു മുറിക്കണം, അല്ലെങ്കിൽ കത്തിച്ചു കളയണം. രണ്ടായാലും വേദന ഉറപ്പാണ്. ക്ഷമിക്കണം, യുവതലമുറ മാത്രമല്ല, വയോജനങ്ങൾ പോലും സ്ത്രീ പുരുഷ ഭേദമന്യേ പലതിലും കുരുങ്ങിക്കിടക്കുകയാണ്. അഴിച്ചെടുക്കാനാവാത്ത വിധം കുരുങ്ങിക്കിടക്കുന്നവരെ കൊണ്ട് നമ്മുടെ സമൂഹം നിറഞ്ഞിരിക്കുന്നു. സ്തോത്രം. അതേ പ്രിയപ്പെട്ടവരെ, ഇതര ജനവിഭാഗങ്ങൾ മാത്രമല്ല, സത്യക്രിസ്ത്യാനിയെ നൂറ്റം കൊള്ളുന്ന അനേകർ കുടുങ്ങിക്കിടക്കുകയാണ്. മൊബൈലിന്റെ മാസ്മരികതയിൽ കുരുങ്ങിപ്പോയവർ, വാട്സാപ്പിന്റെ ചാറ്റിങ്ങിൽ കുരുങ്ങിപ്പോയവർ, ഇൻസ്റ്റഗ്രാമിൽ കുടുങ്ങിപ്പോയവർ, മദ്യത്തിലും മയക്കുമരത്തിലും കുരുങ്ങിപ്പോയവർ, ദുശീലങ്ങളിലും അരുതാത്ത ബന്ധങ്ങളിലും കുരുങ്ങിപ്പോയവർ, വൃത്തികെട്ട കൂട്ടുകെട്ടുകളിൽ കുരുങ്ങിപ്പോയവർ, ദുരുപദേശങ്ങളിൽ കുരുങ്ങിപ്പോയവർ, സാമ്പത്തിക ഇടപാടുകളിൽ കുരുങ്ങിപ്പോയവർ, പ്രേമബന്ധങ്ങളിൽ കുരുങ്ങിപ്പോയവർ. ഹല്ലേലൂയ. അതേ പ്രിയരെ, രക്ഷപ്പെടാനാവാത്ത വിധം കുരുങ്ങിപ്പോയ തലമുറ മാതാപിതാക്കളുടെ ഇടനെഞ്ചിൽ എന്നും തീ കോരിയിടുകയാണ്. ആമേൻ. വത്സല്യം മാതാവേ, സ്നേഹമുള്ള പിതാവേ, നിന്റെ ഉള്ളുരുകുന്നത് കരുണയുള്ള ദൈവം കാണുന്നു. വിശ്വസിക്ക്. ഏതു കടുങ്കെട്ടും അഴിച്ചു നിന്റെ കുഞ്ഞിനെ സ്വതന്ത്രമാക്കാൻ എന്റെ കർത്താവിന് കഴിയും. നാടുകളായി നീ കണ്ണുനീരൊഴുക്കുന്നത് കരുണയുള്ള കർത്താവ് കണ്ടുകൊണ്ടായിരിക്കുന്നത് കേട്ടോ. പ്രിയ സഹോദര, നിന്നെ ചുറ്റിയിരിക്കുന്ന കുരുക്കഴിയണമെങ്കിൽ പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കാൻ പ്രത്യക്ഷനായി യേശുവിനെ നീ വട്ടം പിടിക്കണം. ക്രിസ്തുവിൽ നീ അഭയം പ്രാപിക്കണം. അല്ലാതെ മറ്റു വഴിയില്ല. കുഞ്ഞേ, നിന്നെ കുരുക്കാൻ, ഈ കുരുക്കിലകപ്പെടുത്താൻ ഒത്തിരി പേരുണ്ടായിരുന്നു. പക്ഷെ ഈ കുരുക്കിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുത്തം പോലുമില്ല കേട്ടോ. ഇനിയെങ്കിലും ആ സത്യം നീ തിരിച്ചറിയണം. കുഞ്ഞെ, രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ കുരുക്കിൽ നിന്ന് ദൈവപുത്രൻ തങ്ങളെ സ്വതന്ത്രനാക്കും. വിശുദ്ധിയുടെ പാഠം തിരുവചനത്തിൽ നിന്ന് പഠിച്ച് അശുദ്ധിയിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ തീരുമാനിക്കണം. അതിനായി ആഗ്രഹിക്കണം. കരുണയുള്ള കർത്താവിനോട് സഹായത്തിനായി അപേക്ഷിക്കണം. ദൈവം ഈ കുരുക്കിൽ നിന്ന്, ഈ കുടുക്കിൽ നിന്ന്, ഈ കെണിയിൽ നിന്ന് കുഞ്ഞെ നിന്നെ വിടുവിക്കും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. സ്കോലിയാസിസ് എന്ന പദത്തിന്റെ, വക്രത എന്നുള്ള ആ പദത്തിന്റെ രണ്ടാമത്തെ അർത്ഥം കഴുകിയെടുക്കാനാവാത്ത വിധം അശുദ്ധമായത് എന്ന് പറഞ്ഞാൽ കഴുകിയെടുത്താൽ ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. നല്ല വില കൊടുത്തു വാങ്ങിയ മുന്തിരിപ്പഴം കവർ പൊട്ടി നിലത്തു വീണാൽ കഴുകിയെടുത്ത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. അടുക്കളയിലോ വൃത്തിയുള്ള പ്രതലത്തിലോ ആണെങ്കിൽ നന്നായി കഴുകിയെടുത്താൽ വീണ്ടും ഉപയോഗിക്കാം. എന്നാൽ മാലിന്യം ഒഴുകുന്ന അഴുക്കുചാലിൽ വീണാലോ, ദുർഗന്ധം വമിക്കുന്ന ശൗചാലയത്തിൽ വീണാലോ, ചൂടുവെള്ളത്തിൽ കഴുകിയാലും ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. മിനറൽ വാട്ടറിൽ കഴുകിയാലും ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. ഡെറ്റോൾ ഒഴിച്ച് കഴുകിയാലും ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. വക്രതയുള്ള തലമുറ, കഴുകിയെടുത്താലും ശുദ്ധീകരിക്കാനാവാത്ത വിധം മലിനപ്പെട്ടിരിക്കുന്ന തലമുറ. എന്റെ പ്രിയരെ, ആധുനിക ശാസ്ത്രത്തിന്റെ പരീക്ഷണശാലയിൽ ഒരിടത്തും മനുഷ്യന്റെ പാപക്കറ കഴുകിക്കളയാൻ പ്രാപ്തമായ യാതൊരു കെമിക്കലും ഇന്നയോളം കണ്ടുപിടിച്ചിട്ടില്ല. എന്നാൽ ഏത് അധമഭാവിയെയും കഴുകിയെടുക്കാൻ പറ്റുന്ന ഒരു ദ്രാവകമുണ്ട്. യേശു ക്രിസ്തുവിന്റെ പുണ്യാഹ രക്തം. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. ഈ നല്ല പ്രഭാതത്തിൽ ദൈവശബ്ദത്തിനായി കാതോർക്കുന്ന ജീവിതമേ, തങ്ങളുടെ നാളിതുവരെയുള്ള പാപങ്ങൾ രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കാൻ ക്രിസ്തുവിന്റെ പുണ്യാഹ രക്തത്തിന് കഴിയും. ഇങ്ങനെ കഴുകിയെടുക്കാനാവാത്ത വിധം അശുദ്ധിയിൽ മുങ്ങിപ്പോയെന്ന് നിന്റെ മനസാക്ഷി പറയുന്നുണ്ടോ? സാരമില്ല. ഒരു വാക്കിലെങ്കിലും യേശുവിനോട് പ്രാർത്ഥിക്ക്. കർത്താവേ, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. ഇന്നു മുതൽ ഞാൻ വിശുദ്ധിയോടെ ജീവിക്കും. വിശുദ്ധിയിൽ തികഞ്ഞു വരാൻ എന്നെ സഹായിക്കണം. കുഞ്ഞെ, അരക്കാശിൻ്റെ ചെലവില്ല. ഒരു മലയും കയറേണ്ട, ഒരു നോയമ്പും എടുക്കേണ്ട, നേർച്ചയും കാഴ്ചയും വേണ്ട, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും അനുവർത്തിക്കേണ്ട. വിശ്വസിക്ക്. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല അനീതിയും പോക്കി നിന്നെ ശുദ്ധീകരിക്കും.
കുഞ്ഞെ, യേശുക്രിസ്തുവിന്റെ പരമയാഗം നിന്നെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കാനായിരുന്നു. ക്രൂശിൽ ചൊരിയപ്പെട്ട ക്രിസ്തുവിന്റെ രക്തം നിന്റെ മലിനത നീക്കാനായിരുന്നു. ദൈവത്തിന്റെ ശിരസിൽ മുൾക്കിരീടം വെച്ചത് നിത്യാനന്ദം നിന്റെ തലയിൽ വയ്ക്കുവാൻ വേണ്ടിയായിരുന്നു. ഏൽപ്പിച്ചു കൊടുത്തു പ്രാർത്ഥിക്ക്. ഈ നിമിഷം താങ്കളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടും. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷത്തിന്റെ വലിയ സമൃദ്ധിയാൽ നിന്റെ ഉള്ളം നിറയും. നാളുകളായി വരിഞ്ഞു മുറുക്കിയ ശാപത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു വീഴും മക്കളെ. നിന്റെ ഭവനം സ്വാതന്ത്ര്യം അനുഭവിക്കും. ആമേൻ. പരിശുദ്ധാത്മ പറയുന്നു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടണം. വക്രതയുള്ള തലമുറ, സ്കോലിയാസിസ്. ഈ പദത്തിന്റെ മൂന്നാമത്തെ അർത്ഥം നിവർത്തിയെടുക്കാനാവാത്ത വിധം ചുളുങ്ങിപ്പോയത്, വളഞ്ഞുപോയത്, ആകൃതി നഷ്ടപ്പെട്ടത്. തല ഉയർത്തി ചുറ്റും ഒന്ന് നോക്ക്. പാപഭാരം കൊണ്ട് പ്രകൃതം നഷ്ടപ്പെട്ട തലമുറ, ചുളുങ്ങിപ്പോയ തലമുറ, അകൃത്യബാഹുല്യ നിമിത്തം മുഖം നഷ്ടമായ തലമുറ, മ്ലേച്ഛതയുടെ കനം നിമിത്തം നേരെ നിൽക്കാൻ കഴിയാത്ത തലമുറയാ. അതല്ലേ നമ്മുടെ ചുറ്റിലുമുള്ളത്. വ്യക്തിത്വം നഷ്ടപ്പെട്ടു, ആകൃതി നഷ്ടപ്പെട്ടു, മുഖം നഷ്ടപ്പെട്ടു. എല്ലാവരും ഒരുപോലെ പറഞ്ഞു, ഇനി നന്നാക്കിയെടുക്കാനാവത്തില്ല. എന്നാൽ ചുളുങ്ങിപ്പോയതിനെ, വളഞ്ഞു പോയതിനെ, ആകൃതി നഷ്ടപ്പെട്ടതിനെ, ഇനി നന്നാക്കിയെടുക്കാൻ പറ്റാത്തതിനെ അന്വേഷിച്ചു വരുന്ന ഒരുത്തൻ നമ്മുടെ ലോകത്തുണ്ട്. ആമേൻ, ആമേൻ. അവന്റെ പേരാണ് ആക്രിക്കാരൻ. നാളത്തെ നാളുകളിൽ കർത്താവിന് പ്രയോജനപ്പെടേണ്ട അനേക പ്രിയപ്പെട്ടവരെ പിശാച് ആക്രിക്കാരന്റെ ചാക്കിൽ അവൻ ചവിട്ടി ഒതുക്കിയിരിക്കുകയാണ്. പ്രിയരെ, ശ്രദ്ധിക്കണേ. കാലാകാലങ്ങളായി നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും അന്നമൊരുക്കി കൊടുത്തിരുന്ന കഞ്ഞിക്കലം, ആമേൻ, അത് നിലത്ത് വീണ് ചുളുങ്ങിപ്പോയി എന്നിരിക്കട്ടെ. ചുളുക്കം മാറ്റാൻ തല്ലി നിവർത്താൻ നോക്കി. അപ്പോൾ ദ്വാരവും വീണു. പലവട്ടം അടിച്ചിട്ടും ശരിയാകുന്നില്ല. വഴിയിലൂടെ എന്നും ഒരുത്തൻ പോകാറുണ്ട്. അവന്റെ തോളിൽ ഒരു ചാക്കുണ്ടായിരിക്കും. അയാൾ ചോദിക്കും, പഴയത് വല്ലതും ഉണ്ടോ, കേടായത് വല്ലതും ഉണ്ടോ, ചുളുങ്ങിപ്പോയത് വല്ലതും ഉണ്ടോ, ഉപയോഗിക്കാൻ കൊള്ളാത്ത എന്തെങ്കിലും ഉണ്ടോ എന്നും ചോദിക്കും. സഹോദര, നീ ചുളുങ്ങിപ്പോകുന്നത് കാത്തിരിക്കുന്ന ശക്തികളുണ്ട്. നീ വളഞ്ഞു പോകുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്. മുടിയും താടിയും വളർത്തി കുളിക്കാതെ നനയ്ക്കാതെയും അതെ നീ ആകൃതി നഷ്ടപ്പെട്ടവനായി, വ്യക്തിത്വം നഷ്ടപ്പെട്ടവനായി നടക്കുന്നത് കാണാൻ കാത്തിരിക്കുന്ന ശത്രുവുണ്ടെന്ന് മനസ്സിലാക്കി വിശുദ്ധിയിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് ബുദ്ധിയുപദേശം നൽകുന്നു. ഹല്ലേലൂയ. എന്നത്തെ പോലെ പതുപോലെ യാത്രിക്കാരൻ വന്നു. അവൻ ചോദിക്കുന്നതിന് മുമ്പേ വീട്ടുകാർ അങ്ങോട്ട് പറഞ്ഞു, ചളുങ്ങിപ്പോയ ഒരെണ്ണമുണ്ട്, ഇഴിഞ്ഞുപോയ ഒരു കലമുണ്ട്, ഇനി കൊള്ളത്തില്ലെന്ന് തോന്നുന്നു, നോക്കുന്നോ? ആകൃതി നഷ്ടപ്പെട്ട ഒന്നുണ്ട്, നോക്കുന്നോ? ഇപ്പോ വീട്ടുകാർക്കും ഇതിനെ വേണ്ടാതായി. സഹോദര, മക്കളെ, വീട്ടുകാർക്കും സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. അത് മറന്നു പോകരുത്. ആക്രിക്കാരന് സന്തോഷമായി. ഒരു പഞ്ചായത്തിലുള്ള മുഴുവൻ പാത്രങ്ങളും ചവിട്ടി ഒതുക്കി തന്റെ ചാക്കിൽ കയറ്റുന്നവൻ ഈ പാത്രവും കയ്യിലെടുത്തു. 500 രൂപ വില കൊടുത്തു വാങ്ങിയ കലത്തിന് ഈ ആക്രിക്കാരനിട്ടത് 3 രൂപയാ കേട്ടോ. അതിൽ കൂടുതൽ ഇടത്തില്ല. എത്ര ശ്രേഷ്ഠനായിരുന്നാലും, എത്ര വിലയുള്ളവനായിരുന്നാലും നിന്നെ ഒരു വിലയുമില്ലാത്തവനാക്കാൻ പാപത്തിന് കഴിയും, ദുശീലത്തിന് കഴിയും, ദുഷിച്ച കൂട്ടുകെട്ടിന് കഴിയും, അരുതാത്ത ബന്ധത്തിന് കഴിയും. ഹല്ലേലൂയ. കാലാകാലങ്ങളായി ഭക്ഷണം നൽകി നമ്മെ പോഷിപ്പിച്ചിരുന്ന കഞ്ഞിക്കലത്തെ ആ മഹാഭാവി നമ്മുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ചവിട്ടിക്കൂട്ടും. ശരിക്കും ഒതുക്കാൻ വേണ്ടി അമ്മിക്കല്ല് കൊണ്ട് ഇടിച്ചു ചുളുക്കി തന്റെ ചാക്കിൽ കയറ്റി അവൻ കൊണ്ടുപോകും. കുഞ്ഞേ, അവന്റെ ചാക്കിൽ കയറിയാൽ പിന്നെ നീ പഴയ രൂപത്തിൽ വരത്തില്ല കേട്ടോ. എങ്കിലും എന്റെ കൂടപ്പിറപ്പേ, നിനക്കിപ്പോഴും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ദുഷ്ടപിശാചി ചവിട്ടി ഒതുക്കി തന്റെ ചാക്കിലാക്കിയ പാത്രത്തെ വീണ്ടെടുത്ത് റീക്രിയേഷൻ ചെയ്യാൻ, പുനഃസൃഷ്ടി നടത്താൻ കഴിയുന്ന ഒരു ശില്പിയുണ്ട്, ദൈവപുത്രനായ യേശു ക്രിസ്തു. ആമേൻ. തീർന്നുപോയി, കഴിഞ്ഞുപോയി, നശിച്ചുപോയി എന്നുള്ള പ്രയോഗങ്ങൾ എന്റെ കർത്താവിന്റെ നിഘണ്ടുവിലില്ല മക്കളെ. യേശുവിന്റെ കയ്യിൽ കിട്ടിയാൽ എത്ര ആകൃതി നഷ്ടപ്പെട്ടതായാലും, ചുളുങ്ങിപ്പോയതായാലും, ആക്രിക്കാരൻ ചവിട്ടി ഒതുക്കിയതായാലും അവൻ റീക്രിയേറ്റ് ചെയ്ത് പുനഃസൃഷ്ടിയാക്കി മാറ്റും. യേശുവിന്റെ നാമത്തിൽ പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് പറഞ്ഞ് ഭാരപ്പെടരുത്. സകലത്തിനും കഴിവുള്ള കർത്താവ് ഈ പുരയിൽ നിന്റെ തൊട്ടടുക്കൽ വന്നിട്ടുണ്ട്. നിന്റെ കേടുമാറ്റാൻ നിറങ്ങി വന്നിട്ടുണ്ട്. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോട്, വിങ്ങുന്ന ഹൃദയത്തോട് ദൈവപുത്രന്റെ കാൽക്കൽ നീ വീഴുക. അവൻ നിന്റെ കേടുമാറ്റും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. രോഗാണുക്കൾ വരുത്തിയ കേട് പരമവൈദ്യൻ മാറ്റും. പാപം വരുത്തിയ കേട് ദൈവപുത്രൻ മാറ്റും. ശാപം വരുത്തിയ കേട് യേശു ക്രിസ്തു മാറ്റിത്തരും. അഭിചാരം നിന്റെ കുടുംബത്തിൽ വരുത്തിയ കേട്, ദുശീലം നിന്റെ ശരീരത്തിൽ വരുത്തിയ കേട്, പിടിപ്പുകേട് കൊണ്ട് ബിസിനസ്സിന് പറ്റിയ കേട് ദൈവപുത്രൻ മാറ്റിത്തരും.
ഓ ഹാലേലൂയ. കുഞ്ഞേ, എൻ്റെ കർത്താവിന് കേടുപോക്കുന്നവൻ എന്നുകൂടെ പേരുണ്ട് കേട്ടോ. അവൻ നിന്റെ കേടുമാറ്റും, നിന്റെ തലമുറയുടെ കേടുമാറ്റും, നിന്റെ കുടുംബത്തിൽ പറ്റിയിരിക്കുന്ന കേടുമാറ്റും. ഉള്ളുരുകി പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ നിലവിളി വെറുതെയാകത്തില്ല. തലമുറയെ ചവിട്ടി ഒതുക്കി ചാക്കിലാക്കാൻ നിൽക്കുന്ന പോരുകൾ പ്രാർത്ഥനയുടെ തീയിൽ ചാരമായി പോകുമെന്ന് വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആമേൻ, 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 ആമേൻ. ഒരിക്കലും നന്നാക്കിയെടുക്കാനാവത്തില്ലെന്ന് ശത്രു വിധി എഴുതിയ സ്ഥാനത്ത് നിന്റെ കുഞ്ഞിനെ റീക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ള കർത്താവ് ഈ പ്രഭാതത്തിൽ നിന്റെ കണ്ണുനീര് കാണുന്നുണ്ട്. വിശ്വസിക്ക്, ദൈവപ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടുകയാണ്, നിന്റെ തലമുറയ്ക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ പത്രോസ് ആഹ്വാനം ചെയ്യുമ്പോൾ പൗലോസ് എന്താ പറയുന്നത്? ഫിലിപ്പിയർ 2:14. ഇത് വക്രതയുള്ള തലമുറ മാത്രമല്ല, വക്രതയും കോട്ടവുമുള്ള തലമുറയാണ്. വക്രത മാത്രമല്ല, കോട്ടമുള്ള തലമുറയാണ്. കോട്ടമുള്ളത്, കോടിപ്പോയത്, നേർവഴിയെ പോകാനാവാത്തത്, ദിശാബോധമില്ലാത്തത്, എങ്ങോട്ടാ പോകുന്നതെന്നറിയാത്തത്, അങ്ങനെയുള്ള തലമുറ. പ്രിയരെ, ലക്ഷ്യത്തിനെത്താനുള്ള ദിശയറിയാതെ തളർന്നു കുഴഞ്ഞു നിൽക്കുന്ന ജനങ്ങൾക്ക് വഴികാട്ടിയാവാൻ ദൈവമാക്കി വെച്ചവരാണ് സുവിശേഷകർ. വഴിതെറ്റിയ ജനതയ്ക്ക് ദിശാബോധം നൽകുന്നതിനു വേണ്ടി കർത്താവ് നിയോഗിച്ചവരാ ദൈവവേലക്കാർ, ഉപദേശിമാർ. പണ്ടൊക്കെ ഉപദേശിമാരുണ്ടായിരുന്നു, ലോക ജനതയ്ക്ക് ദിശാബോധം നൽകുന്ന ഉപദേശിമാർ. അഷ്ടമുടി മാമച്ചനുപദേശി, പുഞ്ചമണ്ണിൽ മാമച്ചനുപദേശി. അതെ, ആ അഷ്ടമുടി ഉമ്മച്ചനുപദേശി, പുഞ്ചമണ്ണിൽ മാമച്ചനുപദേശി, സാധു കൊച്ചുകുഞ്ഞുപദേശി, ഏഴംകുളം മത്തായി ഉപദേശി, ആശാരി ഉപദേശി, പാമ്പാടി ജോൺ ഉപദേശി. എളിയവന് ദിശാബോധം നൽകി രക്ഷയിലേക്ക് നയിച്ചത് നിത്യതയിൽ വിശ്രമിക്കുന്ന പറങ്കാമുട്ടിൽ അമേൻ ശമൂവേൽ ഉപദേശിയാണ്. അതേ പ്രിയപ്പെട്ടവരെ, വഴിതെറ്റിയ തലമുറയ്ക്ക് ദിശാബോധം നൽകാൻ ദൈവം നിയോഗിച്ചവരാണ് ദൈവദാസന്മാർ. അവരെ മാനിച്ചില്ലെങ്കിലും നിന്ദിക്കരുത്. ഉപദേശി എന്ന് പറഞ്ഞാൽ പോരാ. ഉപദേശി എന്ന് പറഞ്ഞാൽ ആരാണ്? അവർ ഉപദേശം കയ്യിലുള്ളവരായിരിക്കണം. ചുമ്മാ ഉപദേശി എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. വേദനയോട് പറയട്ടെ, ഇന്ന് ഉപദേശിമാർക്ക് വംശനാശം വന്നിരിക്കും. മറ്റു പല പദവികളും നെറുകയിൽ ചൂടി വിരാജിക്കുന്നവർ നിരവധിയാണ്. പക്ഷേ ജനതയ്ക്ക് ദിശാബോധം നൽകുന്ന ഉപദേശിമാർ പരിമിതമായിരിക്കുന്നു. ദിശ തെറ്റി സഞ്ചരിക്കുന്ന ജീവിതമേ യോഹന്നാനിലൂടെ പരിശുദ്ധാത്മ പറയുന്നു. യോഹന്നാൻ 2:18. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. പുതിയ നിയമസഭയിൽ മുഴങ്ങിയ ആദ്യ പ്രസംഗത്തിൽ പത്രോസ് പറഞ്ഞു, ഇത് അന്ത്യകാലമാണ്. AD 100 യോഹന്നാൻ തന്റെ അവസാന നിമിഷങ്ങളിൽ പറയുന്നു, ഇത് അന്ത്യകാലമല്ല, അന്ത്യനാഴികയാകുന്നു. അതിനുശേഷം ഇപ്പോൾ ദീർഘമായ 2025 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. മക്കളെ, ഇത് അന്ത്യകാലമെന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കരുത്. അന്ത്യകാലത്തിന്റെ, അന്ത്യനാഴികയുടെ, അന്ത്യവിനാഴികയിൽ നാം വന്നിരിക്കുന്നുവെന്ന സത്യം ഒരു സുവിശേഷകരുടെ നിലയിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ബോധ്യപ്പെടുത്തുകയാണ്. അതെ കുഞ്ഞെ, അന്ത്യകാലത്തിന്റെ അവസാന പീരീഡിലാണ് നാം എത്തിയിരിക്കുന്നത്. ദിശാബോധം നഷ്ടപ്പെട്ടവർക്ക് ദിശാബോധം നൽകുവാൻ ദൈവമാക്കി വെച്ചിരിക്കുന്ന സുവിശേഷകരെ നീ സമീപിക്കണം. വചനത്തിലൂടെ അവർ നിനക്ക് നേർവഴി കാണിച്ചു തരും. ഇത് അന്ത്യകാലമല്ല, അന്ത്യകാലത്തിന്റെ അവസാനത്തെ പീരീഡാണ്. കുഞ്ഞെ, പഠനകാലം ഓർക്കുന്നുണ്ടോ? ഒടുവിലത്തെ പീരീഡിൽ ക്ലാസ്സിലിരിക്കുന്ന കുട്ടിയുടെ മനസ്സിൽ എന്താ ഒറ്റ ചിന്തയുള്ളൂ? മണിയടി കേൾക്കണം, വീട്ടിൽ പോകണം. പ്രിയരെ, അന്ത്യകാലത്തിന്റെ, അന്ത്യനാഴികയുടെ അന്ത്യനിമിഷങ്ങളിൽ, ഒടുവിലത്തെ പീരീഡിന്റെ ഒടുവിലത്തെ നിമിഷങ്ങളെത്തിയിരിക്കുന്ന ദൈവകുഞ്ഞുങ്ങളും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ശബ്ദമുണ്ട്. അത് മണിയടി ശബ്ദമല്ല, കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ഹല്ലേലൂയ. സഹോദര, വത്സല സഹോദരി, കർത്താവിന്റെ കാഹളം മുഴങ്ങാൻ കാലമായിരിക്കുന്നു. വിശുദ്ധിയോടെ പോരാ, വിശുദ്ധിയിൽ തികഞ്ഞവരായി കാഹളത്തിനായി കാത്തിരിക്കാം. കൈവിടപ്പെടരുത്. ആമേൻ. ദിശാബോധമുള്ളവനായി മുന്നോട്ട് പോകണം. മനുഷ്യപുത്രന്മാരെ, തിരികെ വരുവീനെന്നുള്ള ദൈവശബ്ദം മുഴങ്ങാൻ കാലമായിരിക്കുന്നു. മരിച്ചവർ അക്ഷയരായി ഉയർക്കുന്ന സമയമെടുത്തിരിക്കുന്നു. ജീവനോട് ശേഷിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ രൂപാന്തര ശരീരികളായി ഗുരുത്വാകർഷണ ശക്തിയെ ഭേദിച്ചുകൊണ്ട് കോടാകോടി ഗോളങ്ങളെ കടന്ന് അരുമനാഥൻ ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ ഭവനത്തിൽ ചെന്നു ചേരാൻ കാലമായിരിക്കുന്നു. കറയും ചുളുക്കവും മാലിന്യവും വാട്ടവുമില്ലാത്തവരായി, ദിശാബോധമുള്ളവരായി പ്രാണനാഥനെ വരവേൽക്കാൻ ഒരുങ്ങി നമുക്ക് കാത്തിരിക്കാം. ഈ വചനങ്ങൾ പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ വചനം കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ ശുശ്രൂഷിക്കാൻ എളിവിന് അവസരം നൽകിയ മഹാദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത പ്രഭാതത്തിലും നമുക്ക് വചനത്തിന്റെ വെളിച്ചത്തിൽ ഒരുമിച്ച് കൂടാമല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ അലട്ടുന്ന എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അറിയിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്നേ. കർത്താവ് അത്ഭുതം ചെയ്യും. അത്ഭുതകരമായ വിടുതൽ നൽകി ദൈവങ്ങളെ മാനിക്കും. നമ്പർ ഇതാണ് 9072141834.
പ്രിയരെ, നിങ്ങളിൽ ആർക്കെങ്കിലും ദൈവവചനം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇമ്മാനുവൽ തിയോളജിക്കൽ സ്റ്റഡീസ് സെന്റർ അടിമാലിയിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ അറിയിച്ചാൽ മതിയാകും. ഈ മുകളിൽ പറഞ്ഞ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതിയാകും. കാര്യങ്ങൾ നമുക്ക് ക്രമീകരിക്കാം. കാരുണ്യക്കടലായി കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും സർവൈശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ. സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ്, പതിവ് പോലെ അടിമാലിയിൽ നിന്നും.